നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. റാപ്പിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നിങ്ങളുടെ വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്നു. നിങ്ങളുടെ വാഹനത്തെപ്പറ്റി, വാഹനത്തിൻ്റെ സർവീസിനെ പറ്റി, വാഹനം വാങ്ങിച്ച സമയത്തുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതുപോലെ റോഡിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ. സത്യത്തിൽ കസ്റ്റമേഴ്സിന് അങ്ങനെ സ്വന്തം വാഹനത്തെപ്പറ്റിയോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെപ്പറ്റിയോ സംസാരിക്കാൻ ഒരു വേദിയില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ റാപ്പിഡ് ഫയർ ആരംഭിച്ചത്. എന്തായാലും റാപ്പിഡ് ഫയർ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇന്ന് റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളോടൊപ്പം ചേർന്ന ഈ ഒരു റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്ന കമ്പനിയെ കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അത് ഷിമ്മറാണ്. ഷിമ്മർ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് നമ്മോടൊപ്പം ചേർന്ന് ഇന്ന് റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വാഹനം ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള പ്രോസസ്സുകളാണ് ഷിമ്മറിലുള്ളത്. ഡീറ്റെയിലിംഗ് വിത്ത് പാഷൻ എന്നുള്ളതാണ് ഷിമ്മറിൻ്റെ പരസ്യ വാചകം തന്നെ. ഓട്ടോമൊബൈൽ രംഗത്തെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവരാണ് ഷിമ്മറിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാഷൻ എന്നത് ഷിമ്മറിൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് വേണമെങ്കിലും പറയാം. ഡീറ്റെയിലിംഗ് രംഗത്തെ പ്രൊഫഷണലുകളുടെ സാന്നിധ്യമാണ് ഷിമ്മറിനെ വ്യത്യസ്തമാക്കുന്നത്. കർശനമായ പരിശീലനം നേടിയ ശേഷമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വാഹനത്തെ ഷിമ്മറിലെ ടെക്നീഷ്യന്മാരെ വിശ്വസിച്ചങ്ങ് ഏൽപ്പിക്കുന്നത്. ബോറോഫിൻ ട്രീറ്റ്മെൻറ്റാണ് ഷിമ്മറിലെ ഡീറ്റെയിലിങ്ങിലെ പ്രധാന താരങ്ങളിൽ ഒന്ന്. വാഹനത്തിന് സ്ക്രാച്ചിൽ നിന്നും സ്വേൾ മാർക്കിൽ നിന്നും കളർ ഫേഡിങ്ങിൽ നിന്നും സമ്പൂർണ്ണ സംരക്ഷണമാണ് ബോറോഫിൻ നൽകുന്നത്. അൾട്രാ ഹൈഡ്രോഫോബിക്കാണ് ബോറോഫിൻ. ലോട്ടസ് എഫക്റ്റ് നൽകാൻ ഇത് സഹായിക്കുന്നു. കൊച്ചിയിൽ ഗോൾഡ് സൂക്കിന് പിന്നിൽ 5000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റിയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സംരക്ഷണത്തിനായി ഷിമ്മർ ഒരുക്കിയിരിക്കുന്നത്. ഈ ഡസ്റ്റ് ഫ്രീ ടെമ്പറേച്ചർ കൺട്രോൾഡ് അന്തരീക്ഷം നിങ്ങളുടെ വാഹന സമ്പൂർണ്ണ സംരക്ഷണം ഉറപ്പു തരുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ ഡീറ്റെയിലിംഗ് സംബന്ധിച്ച എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഷിമ്മറിനെ സമീപിക്കാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ റാപ്പിഡ് ഫയർ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇന്ത്യയിലെ ഒരു വിജയ കഥയാണ് സത്യം പറഞ്ഞാൽ. പണ്ട് അത്ര നല്ല വാഹനങ്ങളൊന്നും അല്ല നിർമ്മിച്ചിരുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനുശേഷം അടുത്ത കാലത്ത് ടാറ്റയുടെ വാഹനങ്ങളെല്ലാം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള വാഹനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നയാൾ ജീവിതത്തിൽ ആദ്യകാലത്ത് ഉപയോഗിച്ച അംബാസഡർ ഒഴിച്ചു നിർത്തിയാൽ ഇന്നുവരെ 7 ടാറ്റ മോഡലുകൾ മാത്രം ഉപയോഗിച്ച ആളാണ്. ഇപ്പോഴും കയ്യിലുള്ളൊരു ടാറ്റ ടിയാഗോ EV ആണ്. അപ്പോൾ ഇത്രയും ദീർഘകാലം ടാറ്റയുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചവർ വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇടയ്ക്കൊക്കെ നമ്മൾ മറ്റൊരു ബ്രാൻഡിലേക്ക് പോകും. ഇത് പക്ഷേ അങ്ങനെയല്ല. അംബാസഡറിന് ശേഷം ഇന്ന് വരെ 7 ടാറ്റ വാഹനങ്ങൾ ഉപയോഗിച്ച അധികം കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വം. നമസ്കാരം സാർ. നമസ്കാരം. പേര്? എൻ്റെ പേര് സതീഷ് കുമാർ. സതീഷ് കുമാർ. എന്ത് ചെയ്യുന്നു സാർ? ഞാൻ ഇൻഷുറൻസിൽ സർവേയറായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. എവിടെ? തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. സ്വദേശം ശരിക്കും കൊടുങ്ങല്ലൂരാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന പറവൂരാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഇത്രയും കാലം ടാറ്റ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരുപാട് ലക്ഷം കിലോമീറ്ററായി. ഓരോ വണ്ടിയും ആവറേജ് ഒരു 2 ലക്ഷം വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ടാറ്റ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പറഞ്ഞല്ലോ അംബാസഡറിലാണ് തുടക്കം എന്ന് പറഞ്ഞു. അംബാസഡർ എത്ര കാലം, ഏത് വർഷമൊക്കെ ഉപയോഗിച്ചിരുന്നത്? 95 തുടങ്ങിയിട്ട് 2002 വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ. 7 വർഷത്തോളം അംബാസഡർ. 2002 തൊട്ട് 22 വർഷമായിട്ട് ടാറ്റ മാത്രം. അപ്പം ഈ ടാറ്റയുടെ ആദ്യകാല വാഹനങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനൊരു ഇൻഡിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാലത്തൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നേരിട്ടിട്ടുണ്ടോ ആദ്യകാലത്ത്? ഒരിക്കലുണ്ട്. ഒരിക്കലും എനിക്ക് ഞാനൊരു വണ്ടിയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ എഞ്ചിൻ പൊളിഞ്ഞു. ആണോ? കണക്റ്റിംഗ് റോഡ് കട്ടായി. ആണല്ലേ? ഓ, അതേത് വണ്ടിയായിരുന്നു ടാറ്റയുടെ? അത് ഇൻഡിക്ക. അപ്പോൾ അതിന് വാറണ്ടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ നല്ല പൈസ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇൻഡിക്കയിലാണ് തുടക്കം ടാറ്റ. അതിനുശേഷം പിന്നെ ഇൻഡിക്ക കഴിഞ്ഞു, പിന്നെ ഇൻഡിഗോ. അത് കഴിഞ്ഞ് വിസ്റ്റ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെക്സൺ ഇറങ്ങി. നെക്സൺ എടുത്തു. നെക്സൺ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ടിയാഗോ എടുത്തു. അത് പെട്രോളായിരുന്നു. പെട്രോൾ വണ്ടിക്ക് വലിയ ഗുണമില്ലാന്ന് കണ്ടിട്ട് അതിനെ വിട്ടിട്ട് പിന്നെ ഒരു നെക്സൺ എനിക്ക് അത് കൊടുത്തപ്പോൾ തന്നെ ഒരു നെക്സൺ സെക്കൻഡ് ഹാൻഡ് കിട്ടി. അതെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുത്തു. ഇപ്പോൾ 7 വണ്ടികൾ ടാറ്റ. എന്താണ് ടാറ്റയോട് ഇത്ര അധികം അടുപ്പിച്ച് നിർത്തുന്നൊരു ഘടകം? അല്ല, ഈ വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം, അതായത് അംബാസഡർ കൊണ്ടുനടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ഇതിനകത്ത് വന്നിട്ട് ബാക്ക് പെയിൻ ഇല്ല. എൻ്റെ 2 ഡിസ്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ 450 കിലോമീറ്റർ ഓടിയിട്ട് നിർത്തിയ ദിവസങ്ങളുണ്ട് വിസ്റ്റയൊക്കെ. അതായത് മകനന്ന് ചിത്രദുർഗയെ പഠിക്കുമ്പോൾ ചിത്രദുർഗയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ കൽപ്പറ്റയിലാണ്. അറൗണ്ട് 450 കിലോമീറ്റർ അപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഒരു വിഷയം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി. വിസ്ത എനിക്ക് തോന്നുന്നു ടാറ്റയുടെ വണ്ടികൾ കുറച്ചൊന്ന് ആധുനികമായി തുടങ്ങിയ ഒരു വണ്ടിയാണ് വിസ്ത എന്ന് പറയുന്നത് അല്ലേ?
അത് D90 ആയിരുന്നു. D90, അതെ. അത് ഓടിച്ചൊരു ത്രില്ല് വേറെ ഏത് വണ്ടി ഓടിച്ചിട്ടും കിട്ടിയിട്ടില്ല. ശരി ശരി. അപ്പോൾ അങ്ങനെ വന്നു ഇപ്പം ഇലക്ട്രിക്കൽ എത്തി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്ര 7 വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ ഈ മക്കളുടെ ഭാഗം മോൻ MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കുകയാണ്. MDക്ക് പഠിക്കാം. അപ്പോൾ മോൻ ആയുർവേദമാണ് അല്ലേ? അപ്പോൾ മോനൊക്കെ ഈ മറ്റു വണ്ടികളിലേക്ക് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവനും ഭയങ്കര കമ്പോ. അവന് ഒരു വണ്ടി അവൻ കൊണ്ടുപോയി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ശരി. ടാറ്റ കയ്യിലുണ്ട്. ഇപ്പം എത്ര ടാറ്റ വണ്ടി കയ്യിലുണ്ട്? 3 ടാറ്റ കയ്യിലുണ്ട്. ഏതൊക്കെയാണ്? ഇതും 2 നെക്സണും. ഒരു നെക്സൺ മാനുവൽ, ഒരു നെക്സൺ ഓട്ടോമാറ്റിക്. ശരി. അപ്പോൾ ഏതാ മോൻ കൊണ്ടുപോയത്? മോൻ കൊണ്ടുപോയത് മാനുവലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് മകൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് അവിടെ പിടിച്ചിട്ട്. പിന്നെ അതല്ല, ഇത് ലോങ് പോകാൻ പറ്റില്ല. ലോങ് പോകണമെങ്കിൽ ഒരു വണ്ടി വേണം കയ്യിൽ. ഇടയ്ക്ക് മകൻ്റെ രീതിക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ വണ്ടി വേണം. അത് കാരണം അങ്ങനെ നിർത്തി അതെടുത്തു. അപ്പോൾ ഈ D90 പോലുള്ള വളരെ എന്താ പറയേണ്ടത്, വളരെ രസകരമായിട്ട് ഓടിക്കാവുന്ന വാഹനത്തിൽ നിന്നും ഈ ഇലക്ട്രിക്കിലേക്ക് മാറാൻ ഒരു കാരണം എന്താ? അതായത് എനിക്ക് മാസം ഏതാണ്ട് ഒരു 30-35,000 രൂപ കൂടുതൽ ഡീസൽ അടിക്കാൻ വരും. ശരി. ഇത് വന്നതിന് ശേഷം എനിക്ക് പെർ ഡേ ആവറേജ് മാക്സിമം ഒരു 200 രൂപ വരുള്ളൂ. ശരി. ബാക്കി വീട്ടിൽ നിന്ന് സോളാറൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പോകും. ശരി. അപ്പോൾ എത്ര കിലോമീറ്റർ സാധാരണ ഓടാറുണ്ട് ഒരു ദിവസം? നോർമലി 200-ന് മുകളിൽ പോകും ഒരു ദിവസം. ശരി. അപൂർവം ദിവസങ്ങളിൽ 300 കിടക്കും. ശരി. അപ്പോൾ ഇത്രയും കാലം ഓടിച്ച വണ്ടികൾ ഏറ്റവും കൂടുതൽ ഓടിയത് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ഓടിയത് വിസ്റ്റ. എത്രയായിരുന്നു? 2.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ കൊടുത്തത്. എത്ര കാലം കൊണ്ട്? ഒരു 2005 വർഷത്തിൽ താഴെ 2.5 ലക്ഷം കിലോമീറ്റർ ഓടി. അപ്പോൾ ഈ 2.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടി കഴിയുമ്പോൾ ടാറ്റയുടെ വണ്ടികൾ വല്ലാത്തൊരവസ്ഥയിലാകാറില്ലേ പൊതുവെ? ആ സമയത്ത് എനിക്ക് അത് എഞ്ചിൻ പണിയേണ്ടി വന്നു അല്ലേ? 2 ലക്ഷത്തിന് താഴെ അവരുടെ വാറണ്ടി കഴിഞ്ഞപ്പോൾ തുടങ്ങി ചെറിയ ഓയിൽ ചെലവ് വന്നു. ശരി. എങ്കിലും മൊത്തത്തിൽ നെക്സണൊന്നും അതുവരെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഒരു 170 ആയി എല്ലാനും. അപ്പോൾ ശരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ മറ്റേ പല പരിണാമങ്ങളും കണ്ട ആളാണെന്ന് വേണമെങ്കിൽ പറയാം, വണ്ടി ഉപയോഗിച്ച് തന്നെ. അപ്പോൾ ഈ പഴയ ടാറ്റയിൽ നിന്നും പുതിയ ടാറ്റയിലേക്ക് വരുമ്പോൾ എന്താണ് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? വലിയൊരു വ്യത്യാസം സസ്പെൻഷനും സ്റ്റിയറിംഗും ആണല്ലേ? പിന്നെ സൗണ്ട് ഇൻഡിക്കൊക്കെ വല്ലാത്ത സൗണ്ട് അല്ലേ? ഇപ്പൊ ഇറങ്ങുന്ന നെക്സണൊന്നും നമുക്ക് അകത്തിരുന്ന സൗണ്ട് ഫീൽ ചെയ്യില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ പെട്രോൾ വണ്ടി പരാജയമാണ് ടാറ്റയുടെ അല്ലേ? കാരണം മൈലേജ് ഇല്ല. അത് കിട്ടും. നമ്മൾ അണ്ടർ ടെസ്റ്റ് കണ്ടീഷനിൽ നിന്നുള്ള മട്ടിൽ നമ്മൾ ഓടിച്ചുകൊണ്ട് നടന്നാൽ കിട്ടും. അതൊരിക്കലും തിരക്കി പോയാൽ മൈലേജ് ഇല്ല. റിയൽ ലൈഫിൽ അത് പറ്റില്ലല്ലോ, അണ്ടർ ടെസ്റ്റിംഗ് കണ്ടീഷൻ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട്? വളരെ ഇഷ്ടപ്പെട്ടോ ടിയാഗോ EV ഓടിച്ച്? ഈ ടിയാഗോ എന്നല്ല ഞാൻ പറയുന്നത്, EV ഓടിച്ച് പഠിച്ചാൽ വേറൊരു വണ്ടിയിലോട്ട് പോകാൻ മടിയുണ്ട്. ഇതിനെന്ത് മൈലേജ് കിട്ടുന്നത്? ഇത് അവർ പറഞ്ഞത് 315 215. 200 മുതൽ 230 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആവറേജ് 215. ചാർജ് ചെയ്യുന്ന വീട്ടിൽ സാധാരണ ചാർജറാണോ അതോ ഫാസ്റ്റ് ചാർജറാണോ? ഫാസ്റ്റ് ചാർജറാണ് വീട്ടിൽ സെറ്റ്. എത്ര നേരം കൊണ്ട് ചാർജ് ആകുന്നുണ്ട്? ഒരു മണിക്കൂറിൽ 20% കയറും അതിലാണെങ്കിൽ. ശരി. ഒരു മണിക്കൂറിന് 20%? 20-22. അപ്പോൾ ഫുൾ നൈറ്റ് ചാർജ് ചെയ്തിടാറുണ്ടോ? ഇല്ല. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അല്പം ചാർജ് ചെയ്തിട്ട് കയറി വന്നിട്ട് ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനിലേ വരുള്ളൂ. കാരണം വീട്ടിൽ നായകളുണ്ട്, അവരെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേബിളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. എത്ര രൂപയാണ് ഇത് വാങ്ങിച്ചപ്പോൾ? 13. അത് വെർത്താണെന്ന് തോന്നുന്നുണ്ടോ? 13 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഓട്ടം ഉള്ളവർക്കാണ് വെർത്ത്, അല്ലാത്തവർക്കില്ല. പിന്നെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിലേക്ക് കടക്കാനുള്ള കാര്യം, ഇതിന് 40% ഡിപ്രിസിയേഷൻ നമുക്ക് ഇൻകം ടാക്സിൽ എഴുതിയെടുക്കാം. അതൊരു ബെനിഫിറ്റാണ്. മറ്റേന് 15 കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇതിപ്പോൾ എത്ര ഓടി? ഇത് 62 ആവാൻ അല്പം കൂടി ഉണ്ട്. 62,000. എത്ര കാലം കൊണ്ട്? ഒരു വർഷം കൊണ്ട് 62,000 കിലോമീറ്ററോടെ ഇലക്ട്രിക് കാറുകൾ പൊതുവെ അപൂർവമാണ്. അപ്പം അതിലും ഒരു അപൂർവത കാത്തു സൂക്ഷിക്കുന്ന ആളാണിത്. 62,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1,60,000 കിലോമീറ്റർ മറ്റല്ലേ വാറണ്ടി, ബാറ്ററി? ആ ഒരു ടെൻഷനുണ്ട്. 1 ലക്ഷം കൂടെ ഓടിക്കഴിയുമ്പോഴത്തേക്ക് എന്താകും ബാറ്ററി? അപ്പോൾ വാറണ്ടി കഴിയാൻ മുന്നേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം. എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വീണ്ടും ടാറ്റയിലേക്കായിരിക്കുമോ ഇലക്ട്രിക്കിലേക്കായിരിക്കുമോ? ഇലക്ട്രിക്കൽ വണ്ടിയെ തന്നെ ഏതെങ്കിലും എടുക്കണം. അതല്ല ഇനിയിപ്പോൾ നമ്മൾ ജോലിയൊക്കെ കുറഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഇലക്ട്രിക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എത്താൻ പോകുന്നത് നെക്സോൺ ഇലക്ട്രിക്കിലൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ശരിയല്ലേ? നെക്സോൺ ഇലക്ട്രിക് അല്ലെങ്കിൽ പഞ്ച്. അത് ടാറ്റ വിട്ട് കളിയില്ലല്ലോ അല്ലേ? പഞ്ചിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞതാ, പിന്നെ ഞാൻ എടുക്കണ്ട വെച്ചതാ. ഇത് നല്ലൊരു വില തിരിച്ചു തരുമെന്നൊക്കെ ചോദിച്ചു. ശരി. അപ്പോൾ ഈ ടാറ്റയുടെ വണ്ടികളുടെ സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ട്? ഇത്രയും കാലമായിട്ട് ഉപയോഗിച്ച് കുറവാണ്.
മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ടാറ്റയ്ക്ക് സർവീസ് ചാർജ് തീരെ കുറവ് തന്നെ. പക്ഷേ സർവീസിനെ പറ്റി പല പരാതികളും കേൾക്കാറുണ്ടല്ലോ. സർവീസിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു സർവേയർ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമല്ല. ഇവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ക്ലെയിമുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. എനിക്കൊരു വിഷയം ഉണ്ടായിട്ടില്ല. പലരും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊരു വിഷയം. അതിപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് എവിടെ കൊടുത്താലും അങ്ങനെ പരാതി വരാത്ത രീതിയിൽ അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞ പോലെ അല്ലേ? നമ്മളൊക്കെ ഓട്ടോമൊബൈലായിട്ട് ബന്ധമുള്ളത് കൊണ്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ 1983 ഓട്ടോമൊബൈൽ പാസ്സായതാണ്. ശരി. കളമശ്ശേരി പോളി. ശരി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ ജീവിതത്തിൽ ഉടനീളം ടാറ്റ മാത്രം ഉപയോഗിക്കുക. പണ്ട് അംബാസഡർ ടാറ്റയ്ക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത് മാത്രം അംബാസഡർ ഉപയോഗിക്കും. പിന്നെ ഇന്ന് വരെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടാറ്റയ്ക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അതിനുശേഷം ടാറ്റയുടെ കാലത്തിനോടൊപ്പം നടന്ന് ഇപ്പോൾ ഇലക്ട്രിക് വാഹനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു പരാതിയും അങ്ങനെ കാര്യമായിട്ട് പറയാനില്ല. പിന്നെ 2 ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോൾ അന്ന് എഞ്ചിനൊക്കെ പ്രശ്നമായി എന്ന് പറയുന്നത് ടാറ്റയുടെ പഴയൊരു ടെക്നോളജി ആയിട്ട് കണ്ടത്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം ഇത്ര നേരം പങ്കിട്ടതിന് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്താണ് നമ്മൾ നെക്സോൺ ഇലക്ട്രിക്കുമായിട്ട് അല്ലെങ്കിൽ പഞ്ച് ഇലക്ട്രിക്കുമായിട്ട് കണ്ടുപിടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്ത്രീകളുടെ ഇഷ്ടവാഹനം എന്ന് വിളിക്കാവുന്ന കിയ സോണറ്റിന്റെ ഉടമയാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. പേര്? നീതു. നീതു, എന്ത് ചെയ്യുന്നു നീതു? ഞാനൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ് കൺസൾട്ടിംഗ് ഏജൻസി. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ വണ്ടിയാണോ അത്? അല്ല, അതല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഫോമാണ്. മോസ്റ്റ്ലി ഡ്രിവൻ ടുവേർഡ്സ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലും സെയിൽസ് റവന്യൂ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ഓൺ ഡിജിറ്റൽ. ശരി, അതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? കുറച്ച് ക്ലയൻസ് ഇവിടെ ഉണ്ട്, ഗ്ലോബൽ ക്ലയൻസും ഉണ്ട്. ശരി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ പുതിയ പുതിയ പരീക്ഷകൾ നടക്കുന്നതിന്റെ ഭാഗമാണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? പെർഫോമൻസ് മാർക്കറ്റിംഗ് പണ്ട് മുതലേ ഉണ്ട് ആക്ച്വലി. പക്ഷേ അത് ഇപ്പോഴാണ് അതിന് കുറേ ബ്രാൻഡ്സ് ഇപ്പോൾ ഫോക്കസ്ഡ് ഓൺ റിസൾട്ട്സ് ആയി. റിസൾട്ട് ഡ്രിവന്റെ ആ ഒരു അപ്രോച്ച് ഇവിടെ തുടങ്ങിയപ്പോൾ, പണ്ട് മുതലേ ഗ്ലോബലിൽ അതുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഇവിടെ അതിന്റെ ഫോക്കസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ഓൺ പേജ് 1. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിലേക്ക് വരാം അല്ലേ? അപ്പോൾ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകളൊരു ഇഷ്ടപ്പെട്ട വാഹനമാണ് ഇപ്പോൾ കിയ സോണറ്റ്. അപ്പോൾ ഇതിന്റെ എന്താണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ്? ഇതിന്റെ ഒരു ഡിസൈൻ ആണോ, എന്തായിരുന്നു? ഡിസൈൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എനിക്ക് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പം മൈലേജ് മാത്രമല്ല, പക്ഷേ ഇപ്പം അകത്ത് വരുന്ന ടെക്കിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ സെഗ്മെന്റ് അബവ് ഫീച്ചേഴ്സും ടെക്കും കാര്യങ്ങളും എല്ലാം കൂടി നോക്കുമ്പം ഈ ഒരു സെഗ്മെന്റിൽ വേറെ വണ്ടികൾക്ക് ഇത്രയും ഫീച്ചർ ലോഡഡ് അല്ല വണ്ടി. റേറ്റ്സും കൂടുതലാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. എന്നാൽ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോൾ ഒരു വാല്യൂ ഫോർ മണി ബൈ ആയിട്ട് തോന്നി. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് വേറെ ഏതെങ്കിലും ഇതേ സെഗ്മെന്റിലെ വണ്ടികളൊക്കെ നോക്കിയിരുന്നു? ഓടിച്ചൊക്കെ നോക്കി? അതോ? യെസ്, ഓടിച്ചു തന്നെ നോക്കി. ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ. എന്നിട്ടും ഇതിൽ തന്നെ ലാൻഡ് ചെയ്തു. ഇത് പെട്രോളോ ഡീസലോ? ഇത് ഡീസൽ. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് സാധാരണ എല്ലാവരും എടുക്കുന്ന അതുപോലെ ഓട്ടം ഉള്ളവരായിരിക്കുമല്ലോ പൊതുവെ. അത്രയധികം ഓട്ടം ഉണ്ടോ? ഇല്ല, അത്ര അധികം. എനിക്ക് ഇത് ഞങ്ങൾ സെക്കൻഡ് കാറായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്റെ പ്രൈമറി കാറാണ്, ഫാമിലിയുടെ സെക്കൻഡ് കാറാണ്. എനിക്ക് സിറ്റിയുടെ അകത്ത് നല്ല ഓട്ടം ഉണ്ട്. പിന്നെ എന്റെ വീട് ചങ്ങനാശ്ശേരി അടുത്ത് മല്ലപ്പള്ളി എന്ന് പറയും. അപ്പൊ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകും. പിന്നെ ഇടയ്ക്ക് വേറെ മറ്റു വണ്ടികൾ ഇല്ലെങ്കിൽ ഇതെടുത്ത് ഞങ്ങൾ ചിലപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകും. ആ ഒരു ഓട്ടേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ഡ്രൈവ് ഇല്ല. പക്ഷെ എന്നാലും ഒരു എൻജിൻ വെച്ചൊക്കെ നോക്കിയപ്പോൾ പീപ്പിൾ സജസ്റ്റഡ് ടേക്ക് ദി 1.5. ഇതിലെ ഒരു സെഗ്മെന്റ് ഫസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഈ അപ്പാർട്ട് ഫ്രം ഈ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട്? ഡ്രൈവബിലിറ്റി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡീസൽ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ, അതോ പെട്രോൾ മതിയായിരുന്നു തോന്നുന്നുണ്ടോ? മൈലേജ് വെച്ച് നോക്കുമ്പോൾ ഡീസൽ ഇപ്പം എനിക്ക് ഇച്ചിരി ഓട്ടം, സിറ്റിയുടെ അകത്ത് ഓട്ടം കൂടുമ്പോൾ പെട്രോൾ എടുത്തിരുന്നെങ്കിൽ ചിലപ്പം മൈലേജ് ഇഷ്യൂസിൽ വരുമെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിലിപ്പം 14-16 സിറ്റിക്കകത്ത് 14-16 കിട്ടുന്നുണ്ട്. ഇപ്പം ലോങ് ഇപ്പം ബാംഗ്ലൂരൊക്കെ പോവാണെങ്കിൽ ഒരു 22-23 ഈസിലി കിട്ടുന്നുണ്ട്. ഹൈവേസിൽ കിട്ടുന്നുണ്ട്, അത്രയും കിട്ടുന്നുണ്ട്. ഞങ്ങൾ 2-3 വട്ടം പോയപ്പം ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ സിറ്റിക്കകത്ത് വളരെ കംഫർട്ടബിൾ, കൊണ്ടു നടക്കാൻ എളുപ്പമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് അതൊരു വലിയൊരു സംഭവമാണ്. ഇതിന് മുമ്പ് ഞാനൊരു AMT ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് ഒട്ടും ലാഗില്ല, അത് വളരെ സ്മൂത്ത് ആണ്. പിന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് വിസിബിലിറ്റി, റോഡ് വിസിബിലിറ്റി നല്ലതാണ്. അത് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണല്ലേ? അത് മുഴുവൻ ഉപയോഗിക്കാറുണ്ടോ?
സാധാരണഗതി എല്ലാവരും പറയുന്നത് നമ്മളിപ്പോൾ എത്ര വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മളെല്ലാം നോക്കും, വലിയ ഫീച്ചേഴ്സ് ഇൻഫർടൈൻമെന്റിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ പിന്നെ നമ്മൾ ആ പാടെ വണ്ടി അല്ല ഫോൺ കണക്ട് ചെയ്യും, അല്ലെ പാട്ട് കേൾക്കും എന്നൊക്കെ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാം ഉപയോഗിക്കാറുണ്ടോ? ഞാൻ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും, മാപ്പ് ആണെങ്കിൽ മാപ്സ്, സ്പോട്ടിഫൈ കേൾക്കും, പാട്ട് കേൾക്കും, കോൾസ് എപ്പോഴും അതിൽ കണക്റ്റഡ് ആണ്, എയർപ്ലേ ആപ്പിൾ എയർപ്ലേ കണക്റ്റഡ് ആണ്. അപ്പൊ അതിൽ വരുന്ന മിക്കതും ഡ്രൈവ് ചെയ്യുമ്പം സാധനം എല്ലാം അതിലാണ്. യെസ്. അപ്പൊ ഈ അധികവും നമ്മൾ ഈ സിറ്റിയിൽ തന്നെ ഓടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിക് കാറുകളിലേക്ക് നോക്കിയിരുന്നോ? ഹസ്ബൻഡിന് ഒരു ഹൈബ്രിഡ് ആണ്, പക്ഷെ ഇലക്ട്രിക് എനിക്ക് അത്ര ഓട്ടോ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറഞ്ഞ പോലെ അങ്ങനെ ഒരു EV വാങ്ങിച്ച് അത്ര ഒരു ബഡ്ജറ്റ് അവിടെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു കാരണം തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ മേ ബി ഇൻ ദ ഫ്യൂച്ചർ മേ ബി ഇലക്ട്രിക് ഒക്കെ ഒന്ന് ഇച്ചിരി നന്നായിട്ട് വരുമ്പോൾ മേ ബി കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോഴാണ് ഫ്ലാറ്റ്സിലൊക്കെ ആക്ച്വലി EVയുടെ ചാർജിങ് പോയിന്റ്സ് ഒക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് തോന്നി. അല്ലെങ്കിൽ യെസ് ഓഫ് കോഴ്സ്. ഈ ഹസ്ബൻഡിന്റെ ഏതാണ് ഈ ഹൈബ്രിഡ് വാഹനം? ഏതാണ്? ഹൈക്രോസ് ആണ്. ഹൈക്രോസ്. ആ ഹൈക്രോസ് ഓടിച്ചു നോക്കിയോ? യെസ് യെസ്, അത് ഓടിക്കാറുണ്ട്. അത് ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് രീതിയാണല്ലോ. അതും ഇത് ഡീസൽ ആകുമ്പോൾ കുറച്ച് എന്തൊക്കെയാണ് ചെറിയ നോയിസ്. അപ്പൊ അത് എന്താ ഒരു വലിയ വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തോ? അത് ഭയങ്കര സ്മൂത്ത് ആണ് സംഭവം. അത് കൂടാതെ ഒരു എൻഡവർ ഉണ്ട്. പക്ഷെ എൻഡവർ ഓടിക്കുമ്പോൾ അതൊരു 3.2 ആണെന്ന് തോന്നുന്നു അതിന്റെ. അപ്പൊ അതൊരു ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ ഇത് പക്ഷെ ഹൈക്രോസ് ഓടിക്കുമ്പം കയ്യിൽ ലൈക്ക് നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റി ഉണ്ട്. അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ ലൈറ്റ് ആണ്, സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ അതെനിക്കൊരു ഒരു ഒരു പ്രഷർ പോയിന്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഹൈക്രോസ് ഓടിക്കുമ്പോൾ. വളരെ നന്നായിട്ട്. പിന്നെ പറഞ്ഞ പോലെ പിൻ ഡ്രോപ്പ് സൈലൻസ്, ഇത് നമ്മൾ ഓടിക്കുമ്പോൾ ഡീസലിൽ ഒരു നാച്ചുറലി ഒരു നോയ്സ് ഉണ്ടല്ലോ, അതുണ്ട്. അതുപോലെ ഈ മറ്റു വാഹനങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പൊതുവെ ശ്രദ്ധിക്കും. അപ്പോൾ ഒരു എന്താ പറയുന്നത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വാങ്ങിക്കാനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, കണ്ണിപ്പെട്ട ഒരു വണ്ടി ഏതായിരിക്കും? അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കണ്ണിപ്പെട്ട വണ്ടി ഒരു റേഞ്ച് റോവർ ഇവോക്ക്. നമുക്ക് പറ്റുന്ന രീതിയിൽ പല വണ്ടികളും കാണാറുണ്ട്. അങ്ങനെ കിയയുടെ EV6 ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? യെസ് ഓഫ് കോഴ്സ്. EV6 ഡിസൈൻ ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. യെസ്, EV6ന്റെ ഡിസൈൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫാൻസി കാർ മോഡൽ പോലെ. യെസ്. അപ്പോൾ ഇനി എന്താ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ, ഇതിപ്പോൾ ഉടനെ വിൽക്കുന്നു എന്നല്ല, അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് ആണോ വേണ്ടത്, അതോ സെഡാനാണോ, അതോ SUV തന്നെ തുടരുമോ, അങ്ങനെ എന്തെങ്കിലും? ഇലക്ട്രിക് കുറച്ചും കൂടി ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുമായിരിക്കും. ഇപ്പൊ കിയ തന്നെ കുറെ മോഡൽസ് ഇറക്കുന്നു എന്ന് കേട്ടു. അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ മേ ബി ഈ പറഞ്ഞ പോലെ റേഞ്ച് റോവർ ഒരു SUV സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ റേഞ്ച് റോവർ ഇവോക്കോ വല്ലതും ഒന്ന് നോക്കുമായിരിക്കും. ഇവോക്കാണ് കണ്ണിപ്പെട്ടിരിക്കുന്നത്, മനസ്സിലായല്ലോ. ഇപ്പൊ ഈ അടുത്ത കാലത്ത്. അതുപോലെ ഇതിന്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റീസണബിൾ ആയിട്ട് തോന്നി. ഇപ്പം ഇതിപ്പോ 20,000 കിലോമീറ്റേഴ്സ് അടുക്കാറായി. ഞാൻ ഒരു പെയ്ഡ് സർവീസ് ചെയ്തിട്ടുള്ളൂ, എനിക്കൊന്ന് 10,000 കിലോമീറ്റേഴ്സിൽ. റീസണബിൾ ആയിട്ട് തോന്നി ആക്ച്വലി. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പറയും ഡീസൽ വണ്ടി ആകുമ്പോഴത്തേക്കും ഭയങ്കര സർവീസ് കോസ്റ്റ് ആയിരിക്കും. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പഴയ വണ്ടി ഇതും തമ്മിൽ എനിക്ക് വലിയൊരു ഡിഫറൻസ് ഇൻ കോസ്റ്റ് തോന്നിയിട്ടില്ല. ഇല്ല. അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും പറ്റുന്നൊരു വാഹനമാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് കൂടുതൽ ഓട്ടോ ഉണ്ടെങ്കിൽ മതി ഡീസൽ എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെയല്ല, സിറ്റിയിലാണെങ്കിലും കൂടുതൽ മൈലേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡീസൽ വാഹനങ്ങൾ കിട്ടും എന്നുള്ള കാര്യമുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ എക്കണോമിക്കലാണ്. പിന്നെ മറ്റൊരു കാര്യം, പണ്ടത്തെ പോലെയൊന്നും അല്ല, ഡീസൽ വണ്ടിക്ക് ഭയങ്കര വിലയൊന്നും ഇപ്പോൾ ഇല്ല ശരിക്കും, അല്ലേ? പെട്രോൾ ഡീസലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 1,00,000 രൂപയുടെയൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഈ പെട്രോൾ ലാഭത്തിലൂടെ തിരിച്ചു കിട്ടും. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും പഴയ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സ്ത്രീകൾക്ക് വളരെ പറ്റുന്ന നല്ല സീറ്റ് ഹൈറ്റുള്ള നല്ല വിസിബിലിറ്റി ഉള്ള എന്നാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, അല്ലേ? അപ്പോൾ എന്തായാലും സന്തോഷം ഇത്രയും സംസാരിച്ചതിന്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, സേഫ് മോട്ടറിംഗ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പുതിയ ടൊയോട്ട ഹൈറൈഡർ സ്ട്രോങ് ഹൈബ്രിഡ്, അല്ലേ? അതിൻ്റെ ഓണറിനെയാണ്. നമസ്കാരം. പേര്? വെണ്ണില. നല്ല പേരാണല്ലോ. വെണ്ണില എന്ന് മലയാളത്തിൽ അങ്ങനെ പേര് കേട്ടിട്ടില്ലല്ലോ. ആണല്ലേ? അതാണ് നല്ല പേര്. ഈ തമിഴിൽ പലപ്പോഴും അത്തരം പേരുകളൊക്കെ നല്ല രസമുള്ള പേരുകൾ വരും. മലയാളത്തിൽ പൊതുവേ അത് വരാറില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് അരുവി എന്ന് പേരുണ്ട്. ഞാനങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെയാണോ ജനിച്ച് വളർന്നത്? From a place near Coimbatore. My husband's a Malayali, so we've been in Cochin from 2015. ശരി. ഡോക്ടറാണ് അല്ലേ? അവിടെ ലോഗോ കാണുന്നു. എന്താ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? I'm a fetal medicine specialist. Fetal medicine എന്ന് പറഞ്ഞാൽ pregnant ladiesന് അകത്തുള്ള കുഞ്ഞിന് നമുക്ക് സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിന് ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാനുള്ള ഫീൽഡാണ്. അങ്ങനെ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട് അല്ലേ? അത് ഇപ്പം റിലേറ്റീവ്ലി ന്യൂ ഫീൽഡ്. ഇപ്പം
അതിന്റെ ഫീൽഡിലുള്ള ആൾക്കാർ ഒരു 10-15 years ആയിട്ടുണ്ട്. സോ ഐ ഗ്രാജുവേറ്റഡ് ഓൾമോസ്റ്റ് 10 years ബാക്ക് ഇൻ ദിസ്. ശരി. സോ ബട്ട് ഇറ്റ്സ് സ്റ്റിൽ എ ന്യൂ ഫീൽഡ്. ഒത്തിരി ആൾക്കാർക്ക് ദേ ആർ സ്റ്റിൽ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ വി ഹാവ് എ ക്ലിനിക് ഇൻ കടവന്ത്ര. സ്വന്തമായിട്ട് ഈവനിങ് കാണുന്ന ഒരു ക്ലിനിക്കാണ്. പിന്നെ ഐ ഗോ ടു ചേർത്തല കിൻഡർ ഹോസ്പിറ്റൽ ഓൾസോ. അപ്പോൾ നമ്മളിപ്പം പ്രഗ്നൻ്റ് ആയ ലേഡീസ് ഇപ്പം ഇങ്ങനെ ഒരു ടെസ്റ്റ് കൂടെ നടത്തണോ ശരിക്കും? അങ്ങനെ ശരിക്കും ചെയ്യണം. അതെ അതെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3rd month ഒരു സ്കാൻ നോക്കണം, പിന്നെ 5ാം മാസത്തിലെ സ്കാൻ നോക്കണം. ഈ 2 സ്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു whatever conditions നമുക്ക് we can identify. എന്നിട്ട് നമുക്ക് അതിന്റെ വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ? അല്ലേ? അങ്ങനെ പ്രിക്കോഷൻസ് we advise them. അങ്ങനെ ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് can we correct it. നമുക്ക് ബേബി ജനിച്ച ശേഷം ഏതെങ്കിലും സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ല, ഇറ്റ് ഈസ് വെരി ബാഡ്. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടിയിലേക്ക് വരാം. ആരുടെ ഡിസിഷൻ ആയിരുന്നു ഇത്? ഇത് ഹസ്ബൻഡിൻ്റെ ഡിസിഷൻ ആണല്ലേ? അതിനകത്ത് യാതൊരു സേയും ഇല്ലായിരുന്നോ വൈഫിന്? അതോ മൊത്തത്തിൽ ഹസ്ബൻഡ് ഇത് വാങ്ങിച്ചേക്ക് തരികയായിരുന്നോ ഓടിച്ചോളാൻ പറഞ്ഞത്? അല്ല, ഐ യൂസ് ടു ഡ്രൈവ് സ്വിഫ്റ്റ്. പിന്നെ ചേർത്തല ഐ ട്രാവൽ വീക്ക്ലി ത്രൈസ്. സോ വി തോട്ട് വി ഷുഡ് ലുക്ക് ഫോർ എ കാർ വിത്ത് എ ഗുഡ് മൈലേജ്. അങ്ങനെയാണ് ദിസ് കാർ കെയിം ഔട്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇപ്പം ഞങ്ങൾ മേടിച്ച് 1 year ആയി. ഒരു 3-4 months മുന്നെയാണ് വന്ന ശേഷം വി ഗോട്ട് ദ റിവ്യൂസ്. വി തോട്ട് ഓക്കെ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ അപ്പം ഇമ്മീഡിയറ്റ്ലി മേടിച്ച ആൾക്കാരുടെ അടുത്തും റിവ്യൂസ് ചോദിച്ചു. So they said it's very good. So അങ്ങനെയാണ് we booked the car. ഹസ്ബൻഡ് ഏതാ ഉപയോഗിക്കുന്നത്? ഹസ്ബൻഡ് ഇന്നോവ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ മൈലേജ് കൂടുതലുണ്ടാവും അല്ലേ? എത്ര കിട്ടുന്നുണ്ട് നോക്കിയിട്ടുണ്ടോ? 25 to 26 ഉണ്ട്. ഈവൻ ഇൻ സിറ്റി? ഈവൻ ഇൻ സിറ്റി. നമുക്ക് ഇഫ് വി ഡോണ്ട് ഡ്രൈവ് പ്രോപ്പർലി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയാൽ ഇറ്റ് ഡ്രോപ്സ് ഡൗൺ ടു 23. അതർവൈസ് ഇറ്റ്സ്. അപ്പോൾ ചേർത്തലൊക്കെ പോകുമ്പോൾ 23 ഒക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. ഓ ശരി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു എസ്തെറ്റിക്കലി ഇത് അത്ര വലിയ ഭംഗിയുള്ള വണ്ടിയൊന്നും അല്ലേ? അപ്പോൾ അങ്ങനെ ഇറ്റ്സ് മോർ ഓഫ് ഫങ്ഷണൽ. അപ്പോൾ അങ്ങനെ ഒരു ഭംഗിയുള്ള വണ്ടി ഏതായിരുന്നു മനസ്സിലുള്ളത് ഇത് ഹസ്ബൻഡ് ഇത് പറയുമ്പോൾ? അല്ല, അങ്ങനെ ഐ ഡോണ്ട് ലുക്ക് ഇൻടു ഇറ്റ്. ആണല്ലേ? ശരി. അപ്പം ഇതിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ ഈ വണ്ടിയുടെ? എനിക്ക് ഈ റൂഫ് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ മൈ ഓൺലി റിക്വസ്റ്റ് വാസ് ബൈ സംതിങ് വിത്ത് എ സൺറൂഫ്. അതാണ് എൻ്റെ റിക്വസ്റ്റ്. സൺറൂഫ് ഓപ്പൺ ചെയ്ത് പക്ഷേ ഇവിടെ ഓടിക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് ഭയങ്കര ചൂടാ, പക്ഷെ വൈകുന്നേരം പിള്ളേരുടെ കൂടെ പോകുമ്പോഴേ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് ഇറ്റ്സ് നൈസ്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ വണ്ടികൾ പൊതുവെ ഇൻഫർടൈൻമെന്റിനൊന്നും അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വണ്ടി വന്നപ്പോഴാണ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഒന്ന് കുറച്ച് മോഡൽ. അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? Yeah, they have a lot of nice features inside, so it's nice. മക്കളൊക്കെ എത്രയായി? വലിയ ആൾക്കാരുണ്ടോ അതൊക്കെ ഉപയോഗിക്കാൻ? My son is 11, my daughter is 7. അപ്പോൾ 11 ആയെങ്കിൽ കക്ഷി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതെല്ലാം they know to handle that more than me actually. ശരി. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡീസൽ ഇന്നോവ ആയിരിക്കും അല്ലേ? അതോ ഹൈബ്രിഡ് ആണോ? ഇല്ല, അത് ഡീസലാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഇത് ഓടിക്കുമ്പോൾ എന്താണ് ഒരു ഡിഫറൻസ് പറയാറുണ്ടോ ഇതിന്റെ ഒരു സ്മൂത്ത്നെസ്സും അങ്ങനെയൊക്കെ ഉള്ളത്? സ്മൂത്ത്നെസ് കമ്പയർഡ് ടു ഇന്നോവാസ് ഐ തിങ്ക് മോർ കംഫർട്ടബിൾ. നമുക്ക് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കും ഇറ്റ്സ് മോർ കംഫർട്ടബിൾ. ടു സിറ്റ് ഇൻ ദ ബാക്ക് സീറ്റ് ഓൾസോ ഇന്നോവാസ് ഡെഫിനറ്റ്ലി കംഫർട്ടബിൾ. ദിസ് ഇറ്റ്സ് for a driving person it's definitely good. എനിക്ക് അങ്ങനെ I have not felt anything bad about this car. It's a good car. എന്ത് സർവീസ് കോസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? Service cost every 10,000 we give. It comes to around 3,000 to 4,000. അത്രേ ഉള്ളൂ. അതാണ് ടൊയോട്ടയുടെ മറ്റൊരു ഗുണം. പക്ഷേ വേറെ കാര്യമുണ്ട്, തുടക്കത്തിൽ നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട്, എന്നിട്ടാണ് പിന്നെ സർവീസ് കോസ്റ്റ് കുറച്ച് വെച്ചിരിക്കുന്നത്. എത്രയായി കാണും ഇത് ഓൺ റോഡ്? ഐ തിങ്ക് ഓൺ റോഡ് 23. 23 വർത്താണോ? ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ എന്താ ഒരു ഉത്തരം? See, I think we'll keep this car for some time. So പിന്നെ for people like us ഒത്തിരി ട്രാവൽ ചെയ്ത് വർക്കിൽ പോകുന്ന ആൾക്കാർക്ക് I think car with good mileages വേണം if we need it. So I think for us it's okay. ഇലക്ട്രിക് കാറുകൾ ഓടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് ഇല്ല. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ അതിലേക്കൊരു നോട്ടം പോയില്ല? ഒരു നോട്ടം പോയി, പക്ഷെ വി തോട്ട് വിൽ വെയിറ്റ്. നമുക്ക് ഇപ്പം the first generation of EV cars have come. We'll wait and see how the EV goes up. പിന്നെ we live in a flat system. അപ്പം charging was difficult. പിന്നെ വർക്കിൽ പോകുന്ന ആൾക്കാർക്ക് we can't go to charging station, wait there for some time, charge and go. അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് we thought we'll go for this. അപ്പോൾ ഇനി എന്ത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് ശേഷം എന്ത്? ഇതിന് ശേഷം ഇതിപ്പോഴല്ലേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ? ഇപ്പം ഇല്ല. എങ്കിലും കുറേ പ്രീമിയം ഒരു വണ്ടിയിലേക്ക് പോകുന്ന രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ
ഞാൻ ചിന്തിച്ചിട്ടില്ല. ഹസ്ബൻഡ് ആലോചിച്ച് തുടങ്ങി? ഹസ്ബൻഡ് ഐ തിങ്ക് മെൻ എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ നെക്സ്റ്റ് പോകുമ്പോഴേ ഇത്. സോ ഹി മേ ഹാവ് പ്ലാൻസ്. എനിക്ക് ഐ എം ഓക്കെ. അപ്പോൾ ഒരു ഇപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ഹൈറ്റ് ഒന്നും അല്ല വെയിറ്റ് ഒന്നും ഉള്ള ആളൊന്നും അല്ല ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ഇത് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. യെസ് യെസ്, ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഞാൻ ഐ യൂസ് ടു ഡ്രൈവ് എ സ്വിഫ്റ്റ്, ഇപ്പോഴും ഉണ്ട്. സോ എനിക്ക് എസ്പെഷ്യലി ഇൻ ദ സിറ്റി ആൻഡ് ഓൾ നമുക്ക് ഇവിടെ ഒത്തിരി നാരോ റോഡ്സ് ഉണ്ട്. സോ ഐ ഓൾവേസ് ഫീൽ ഈ നാരോ റോഡ്സിൽ ഫോർ വിമൻ ഹു ആർ സ്റ്റാർട്ടിങ് ടു ഡ്രൈവ് ആൻഡ് ഓൾ, ഇഫ് ദേ ആർ ഒത്തിരി കോൺഫിഡൻസ് ഇല്ലെങ്കിൽ they will prefer a small car to go. But this car is actually comfortable. It's not as big as an Innova. So ella cheriya road layum it goes. It's very comfortable actually. So women can definitely drive it well. അപ്പോൾ ചെറിയ ഇപ്പോൾ പൊതുവെ പറഞ്ഞ പോലെ എല്ലാവരുടെ ഒരു വിചാരം സ്ത്രീകൾ ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ ചെറിയ ഒരു SUV വേണമെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല, വലിപ്പമുള്ള SUV ആണെങ്കിലും ഇതിൻ്റെ കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ്, തന്നെ നല്ല വിസിബിലിറ്റി അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അല്ലേ. അതുകൊണ്ട് സ്ത്രീകൾക്കും പറ്റിയ വാഹനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, സ്ത്രീകൾക്ക് പറ്റിയ വാഹനമാണിത്. 2, ഗർഭിണികളായ സ്ത്രീകൾ 3 മാസത്തിലും 5 മാസത്തിലും ഒക്കെ സ്കാൻ ചെയ്ത് കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you so much. ഇനി പൊതുവെ സ്ത്രീകൾ അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാത്ത ഒരു വാഹനത്തെയാണ് പരിചയപ്പെടുന്നത്. അതിൻ്റെ ഓണറിനെയും നമസ്കാരം. ഹായ്, പേര്? ഗീതു. എന്ത് ചെയ്യുന്നു ഗീതു? എനിക്കിവിടെ ഡിസൈനർ ബൊട്ടീക്ക് ഉണ്ട്, മോഡ് ഡിസൈൻസ് പറഞ്ഞിട്ട്. എന്താ പേര്? മോഡ് ഡിസൈൻസ്. എവിടെയാ അത്? ഇവിടെ കലൂർക്കട വന്ന റോഡ്. ശരി, ഓക്കെ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഡിസൈനർ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ചെല്ലാവുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അത് തന്നെയാണ്. ഇതിനകത്തൊരു കുറേ ഡിസൈൻ പരിപാടികൾ അല്ലെങ്കിൽ അല്ലേ ഓൾട്രേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഈ ലൈൻ അങ്ങനെ ചുറ്റും കാണുന്നു. പിന്നെ സ്കേർട്ടിംഗ് ഉണ്ട്. ഈവൻ സ്കോഡയുടെ ലോഗോ പോലും ചെറിയ കളിയൊക്കെ അതിൽ കളിച്ചിട്ടുണ്ട് അല്ലേ. ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഇതിന്റെ പിന്നിൽ ഹസ്ബൻഡാണ്. ഹസ്ബൻഡാണ് ഇതിന്റെ ഡിസൈനിങ്ങും ഇതിന്റെ പ്ലാനിങ്ങും അതിന്റെ എക്സിക്യൂഷനും എല്ലാം. ആൾക്ക് ഓരോരുത്തരുണ്ട് അത് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ബിൽഡ് ചെയ്തെടുത്തതാണ് നമ്മൾ. ഇത് ലിപ്പും സൈഡ് സ്കേർട്ടിങ്ങും എല്ലാം ചെയ്തെടുത്തതാണ്. അപ്പൊ ഈ സ്കേർട്ടിങ് വരുമ്പോഴത്തേക്ക് ഇതിപ്പോ അടി തട്ടുന്ന ഒരു പ്രശ്നമില്ല, വളരെ ശ്രദ്ധിച്ച് വേണ്ട ഇതിനിപ്പോ കൊണ്ടു നടക്കാൻ അല്ലേ. ഇപ്പം സിറ്റിക്കകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ലോങ് ഡ്രൈവിനാണ് യൂസ് ചെയ്യാറ്. അപ്പം അത് കാരണം അത്യാവശ്യം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കോൺഷ്യസ് ആയിട്ട് അറിയാം. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം അതനുസരിച്ച് ഡ്രൈവ് ചെയ്യാറ്. ഹസ്ബൻഡ് ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമുക്കൊരു ബെലീനോ ഉണ്ട്, അതും പിന്നെ എനിക്കൊരു ഐറ്റൻ ഉണ്ട്. ഞാൻ റെഗുലർ യൂസിന് അതാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്കോഡയിലേക്ക് ഒക്ടേവിയയിലേക്ക് എത്തിയത്? ഒക്ടേവിയ ഇതിന്റെ പെർഫോമൻസ് തന്നെയാണ് നമ്മളിത് ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ. പിന്നെ ഇപ്പം നമ്മൾ ടയേഴ്സൊക്കെ ആണെങ്കിലും ചേഞ്ച് ചെയ്തു, എല്ലാം സ്റ്റേബിളായി കുറച്ചുകൂടെ. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. പിന്നെ ഈവൻ ട്രാവലിനാണെങ്കിലും ഹസ്ബൻഡ് വീട്ടിൽ പറഞ്ഞാൽ വയനാട്. സോ അപ്പോൾ ലോങ് ഡ്രൈവും ഒക്കെ നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്, സ്പേഷ്യസ് ആണ്, ബൂട്ട് സ്പേസ് നല്ലപോലെ ഉണ്ട്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പെട്രോൾ ആണല്ലോ? ഡീസലാണ്. പെട്രോൾ ഡീസൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള മോഡലാണ് അല്ലേ? ഇത് 2014 മോഡലാണ്. അന്ന് പുതിയതെടുത്താണോ? അല്ല, സെക്കൻഡ് ഹാൻഡ്. മൈലേജ് എങ്ങനെയുണ്ട്? ഗംഭീര മൈലേജ് ആയിരിക്കുമല്ലോ. ലോങ്ങിൽ നമുക്ക് 15 കിട്ടുന്നുള്ളൂ അല്ലേ? 16 ഒക്കെ കിട്ടുന്നുണ്ട്. സിറ്റിക്കകത്ത് ഈ പറഞ്ഞ പോലെ 9-10 ആ ഒരു റേഞ്ചിൽ. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ? എന്താ? പെർഫോമൻസ് തന്നെയാണ്. ഇത് നമ്മൾ ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രണ്ടുപേരും നല്ല പറപ്പിക്കലിന്റെ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി കേട്ട് കഴിഞ്ഞപ്പോൾ. അല്ല, കുഴപ്പമില്ല. നമ്മൾ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ ഉണ്ട്. സോ അപ്പം ഞങ്ങൾ മാറി മാറി ഡ്രൈവ് ചെയ്യും, ലോങ് ഡ്രൈവ് ഒക്കെ പോകും. അപ്പം അതിന് പറ്റിയൊരു കാറായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ള ഒരെണ്ണം ഒരു ജാപ്പനീസ് കാറാണ്, മറ്റൊന്നൊരു കൊറിയനാണ്, ഇത് ജർമ്മനല്ല യൂറോപ്യനാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് അങ്ങനെ വലിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്? ഇതിന്റെ സേഫ്റ്റി ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, സേഫ്റ്റി വൈസ് എല്ലാം നമുക്ക് ഡിഫറൻസ് തോന്നുന്നത്. ഈവൻ കാറിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി ആയി പറഞ്ഞ പോലെ നമുക്കത് നന്നായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ്, അതാണ് അതിനകത്ത് മെയിൻ. സർവീസോ അതിലും വലിയ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. സാധാരണ എത്രയൊക്കെ ആകാറുണ്ടെന്ന് അറിയാമോ ഒരു സാധാരണ സർവീസിനൊക്കെ? 15-20 റേഞ്ചിലാണെന്ന് തോന്നുന്നു. പക്ഷേ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഡീസൽ എന്ന് പറഞ്ഞാൽ നിന്ന് പോയത് സത്യത്തിൽ നമുക്കൊരു സങ്കടകരമായ കാര്യമാണ്. ഫോക്സ്വാഗൺ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ മോഡലുകളുടെയും ഡീസൽ നിർത്തിയതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്രോളേ കിട്ടുള്ളൂ. പക്ഷേ ആദ്യകാലത്ത് തന്നെ സ്കോഡ ഒക്ടേവിയ അതിൻ്റെ ഏത് വേരിയൻറ്റ് നോക്കിയാലും ഡീസലായിരുന്നു ഏറ്റവും ബെസ്റ്റ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വളരെ ഏറ്റവും ആസ്വദിച്ച് ഓടിച്ചത് പണ്ട് ആദ്യകാലത്ത് സ്കോഡ ഒക്ടേവിയ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന്
പോണ്ടിച്ചേരിക്ക് ഓടിച്ചായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പിന്നെ പല വാഹനങ്ങൾ ഓടിച്ചെങ്കിലും അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ വാളയാർ ക്രോസ് ചെയ്തിട്ടില്ല. അന്ന് അത്ര നല്ല റോഡുകളുമല്ല, അത്രയ്ക്ക് രസികൻ ഡ്രൈവായിരുന്നു. അപ്പം ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും പഴകി 10 വർഷം എത്തി അല്ലേ? എത്ര കാലം കൊണ്ട് ഇത് ഉപയോഗിക്കാനാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്ലാൻ? കുറച്ച് നാളോട് യൂസ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് കസ്റ്റമൈസേഷൻ കുറച്ചൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ കുറച്ച് നാൾ എന്തായാലും യൂസ് ചെയ്യും. 1 ലക്ഷമൊക്കെ കഴിഞ്ഞോ? 1 ആയിട്ടില്ല. 1 ആയിട്ടില്ല. 1 ലക്ഷമൊന്നും ആയിട്ടില്ലെങ്കിൽ ഇനിയും കുറേ കാലം. ആ ഒരു ഇതായിട്ട്. അപ്പോൾ ഇത് ഈ 3 വണ്ടികളും അല്ലാതെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉണ്ട്, ആഗ്രഹമുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫിയാണ്. ശരി. അപ്പം അത്യാവശ്യം നല്ല ഓട്ടമുള്ള മനുഷ്യനായിരിക്കുമല്ലോ. അത് കൂടുതലും പക്ഷേ നമുക്ക് കാറ് നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്യും, ഓരോ വർക്കിന് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എങ്കിലും ഇലക്ട്രിക് കാറുകളുടെ ഒരു കാലമായെന്ന് കരുതുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ഉണ്ട് തീർച്ചയായിട്ടും. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈവൻ ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും പിന്നെ ഭയങ്കര സ്മൂത്ത് ആണ്. ഈവൻ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസ് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു റേഞ്ച് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഫൈൻ, സിറ്റി യൂസിനൊക്കെ നല്ലതായിട്ട്. ഇപ്പോൾ ഈ 10 വർഷം മുമ്പുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടികളിൽ കാണുന്ന പല ഫീച്ചേഴ്സും ഇതിൻ്റെ അതില്ല. ഇപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലുള്ള അതൊരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു സെറ്റ് ബാക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? കറൻ്റ്ലി അങ്ങനെ തോന്നുന്നില്ല. നമ്മളിപ്പം അതിനോട് യൂസ്ഡ് ആയി. ഇപ്പം പിന്നെ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ പിന്നെ അതെല്ലാം യൂസ്ഫുൾ ആകുന്ന ഏതെങ്കിലും ഒരു കാർ ചൂസ് ചെയ്യാലോ. വില പുതിയതാണോ അതോ? അത് 2017 മോഡൽ ഇറങ്ങിയ ടൈമിൽ ഞാനൊക്കെ എടുത്ത സമയമാണത്. അത് 2016 ആണ്. അത് മറ്റേ CVT ആണോ ഓട്ടോമാറ്റിക് ആണോ? അല്ല, അത് മാനുവൽ ആണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല? ഇപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ഐറ്റനും ആക്ച്വലി CVT ഓട്ടോമാറ്റിക് CVT ആണത്. അപ്പം ഞാൻ കൂടുതലും ഓട്ടോമാറ്റിക്കലാണ് കംഫർട്ടബിൾ. അരുണാണ് കൂടുതലും മറ്റേ കാർ യൂസ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് സിറ്റിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? പാർക്കിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഓപ്ഷൻസ് ഉള്ള കാരണം കൂടുതൽ ഇത് ലോങ് ഡ്രൈവിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യാവുന്നൊരു വാഹനമാണോ? ആൾക്കാരോട് വാങ്ങിച്ചോ എന്ന് പറയാവുന്നൊരു വാഹനമാണോ? ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്കും ആ ഒരു പെർഫോമൻസ് ഒക്കെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പിന്നെ ഈവൻ കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഡെഫിനറ്റ്ലി യെസ്, സജസ്റ്റ് ചെയ്യാം, ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാം. എന്തായാലും വളരെ എസ്തെറ്റിക്കലി എന്താ പറയുക, ഇത് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയൊരു വണ്ടിയാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ അതിന് തീർച്ചയായിട്ടും ഹസ്ബൻഡിനോട് അഭിനന്ദനം പറഞ്ഞേക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.